ആദരണീയരായ വ്യക്തിത്വങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കത്തോലിക്ക കോൺഗ്രസിന്റെ 108ാം ജന്മവാർഷികം ചരിത്രമുറങ്ങുന്ന കണ്ണൂരിന്റെ മണ്ണിൽ സംഘടിപ്പിക്കുമ്പോൾ അത് കേവലം ഒരു സാമുദായിക പ്രകടനമല്ല, ഒരു സമുദായ സംഘടന കേരളത്തിന്റെ ചരിത്രത്തില് സകല മനുഷ്യരുടെയും നന്മയ്ക്ക് വേണ്ടി സംസാരിച്ചതിന്റെ ചരിത്രം ആർക്കെങ്കിലും അവകാശപ്പെടാനാകുമെങ്കിൽ അത് കത്തോലിക്ക കോൺഗ്രസിന് മാത്രമാണ് എന്ന് ആമുഖമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ കത്തോലിക്ക കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന നിയോഗങ്ങളും നിർദ്ദേശങ്ങളും കേവലം ഒരു സമുദായത്തിന്റെ മാത്രം നന്മയെ ലക്ഷ്യമാക്കിയുള്ളതായിരിക്കില്ല. അത് ഒരു സമൂഹത്തിന്റെ പൊതുബോധത്തെ നവീകരിക്കാൻ പര്യാപ്തമായതാണ്. കത്തോലിക്ക കോൺഗ്രസ് വിൻവാക്ക് പറയുന്നൊരു സംഘടനയല്ല. കത്തോലിക്ക കോൺഗ്രസ് ഒരു ലക്ഷ്യത്തിന് വേണ്ടി വലതുകാല് വെച്ച് മുന്നോട്ടിറങ്ങിയാല് ആ ലക്ഷ്യം നേടുന്നത് വരെ പിന്നോട്ട് പോകില്ല എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഒരു സമുദായ സംഘടനയാണ് എന്ന് ഇതിന്റെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അത് നിവർത്തന പ്രക്ഷോഭമാകട്ടെ, മലയാളി മെമ്മോറിയല്, ഈഴവ മെമ്മോറിയല്, അങ്കമാലി പടിയോല ഉത്തരവാദിത്വ പ്രക്ഷോഭം, എല്ലാവർക്കും വോട്ടവകാശത്തിനുള്ള പ്രക്ഷോഭം, ഏതുമായിക്കോട്ടെ, ഈ സമുദായ സംഘടന ഐതിഹാസികമായി ഇടപെട്ട സമ്മേളനങ്ങളും നിയോഗങ്ങളും, അത് വൈക്കം സത്യാഗ്രഹത്തിൽ ഉൾപ്പെടെ ഈ സംഘടന ഉൾച്ചേർന്നത് എല്ലാവർക്കും, ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും അതീതമായി വിശ്വമാനവികതയുടെ വക്താക്കളാകാൻ ഈ നാട്ടിൽ ഒരു സമുദായ സംഘടനയുള്ളൂ, അത് കത്തോലിക്ക കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ ജന്മദിനം ആഘോഷിക്കപ്പെടേണ്ട സത്യമാണ്, ആഘോഷിക്കപ്പെടേണ്ട യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ഇതിനോടകം ഇവിടെ സ്പഷ്ടമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നതിനാലും സമയം വൈകിയതിനാലും ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും സുപ്രധാനമായ 1-2 ആവശ്യങ്ങള് ഉത്തരവാദപ്പെട്ടവരുടെ മുൻപിൽ വയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് ഉയർന്നു കഴിഞ്ഞു, സ്ഥാനാർത്ഥികൾ ഇരുപക്ഷവും അണിനിരന്നു കഴിഞ്ഞു. ഇനി വാഗ്ദാനങ്ങളുടെ പെരുമഴയുമായി മുന്നണികൾ നമ്മെ സമീപിക്കുമ്പോൾ അവരുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ നിർബന്ധമായും ആഗ്രഹിക്കുന്നതും, ആ പ്രകടന പത്രിക നടപ്പിലാക്കാനുള്ള ആർജവത്വം ഏതേത് മുന്നണികൾക്കാണ് ഉള്ളത് എന്ന് വ്യക്തമായി പരിശോധിച്ചും മാത്രമേ ഇനിമേൽ ഈ സമുദായം വോട്ട് ചെയ്യാൻ സന്നദ്ധമാവുകയുള്ളൂ എന്ന് 3 മുന്നണികളോടും മുന്നറിയിപ്പ് തരാനാണ് ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നോർത്തിരിക്കുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, കേരള ജനതയിലെ 64% പേരും കർഷകരാണ്. ഈ 64% വരുന്ന കർഷകനെ കുറിച്ച് ആരും കാര്യമായി സംസാരിക്കുന്നില്ല. കേരള ജനതയില് സർക്കാർ ശമ്പളമുള്ളത് കേവലം 4.8% ജനവിഭാഗത്തിന് മാത്രമാണ്. ഈ 4.8% ജനവിഭാഗത്തിന് ശമ്പളം കൊടുക്കാൻ വേണ്ടിയാണ് കേരളത്തിന്റെ വരുമാനത്തിന്റെ ശമ്പളവും പെൻഷനുമായി വരുമാനത്തിന്റെ 81% സർക്കാർ വിനിയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ, അല്ലയോ സർക്കാരുകളെ, നിങ്ങളോട് പറയാൻ ഞങ്ങൾക്കൊരേ ഒരു നിർദ്ദേശമേ ഉള്ളൂ. ഈ 5% താഴെ വരുന്ന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി മാത്രമായി ഇനിയൊരു സർക്കാർ കേരളത്തിന് ആവശ്യമില്ല എന്നുള്ളതാണ് പരമമായ സത്യം. ഇവിടുത്തെ
സാമാന്യ ജനത്തിന്, അതിവിടുത്തെ ക്രിസ്ത്യാനികളുടെ കാര്യമല്ല ഞങ്ങൾ പറയുക. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ കേവലം 18% എങ്കിൽ കർഷകരുടെ ശതമാനം 64% എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ കർഷകന്റെ നന്മയ്ക്ക് വേണ്ടി സർക്കാരുകള് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ള കൃത്യമായൊരു നിർദ്ദേശം, എല്ലാ കർഷകർക്കും 60 വയസ്സ് പൂർത്തിയായ എല്ലാ കർഷകർക്കും മിനിമം 5000 രൂപ പെൻഷൻ നൽകാൻ ഏത് മുന്നണിയാണോ തയ്യാറാകുന്നത് അവർക്കായിരിക്കും ഞങ്ങൾ വോട്ട് ചെയ്യാൻ സന്നദ്ധമാകുന്നത്. വെറുതെ പറഞ്ഞാൽ പോരാ, ചെയ്യാനുള്ള ഇച്ഛാശക്തിയുണ്ടോ, അതിനുള്ള പ്ലാനിംഗ് ഉണ്ടോ, അതിനുള്ള സാമ്പത്തിക സ്രോതസ് കണ്ടെത്താനുള്ള തീക്ഷണതയുണ്ടോ എന്ന് തീർച്ചയായും ഞങ്ങൾ പരിശോധിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, മറ്റൊരു സുപ്രധാനമായ വിഷയം വന്യമൃഗങ്ങളുടെ വിളയാട്ടമാണ് മലയോര മണ്ണിലുടനീളം. ഇന്ന് പത്രത്തിൽ ഞാൻ വായിച്ചു, നമ്മുടെ അരിവിളഞ്ഞുപോയില് എന്ന് പറഞ്ഞ ദേശത്ത് ഒരു കടുവ ഇറങ്ങി വന്നു. വീട്ടമ്മ അതിന്റെ മുന്നിൽപ്പെട്ടു. ദൈവകൃപയാലും പൂർവികരുടെ പ്രാർത്ഥനാ സുഹൃത്താലും ആ അമ്മ ഓടി അകത്ത് കയറി കഥകടച്ചതുകൊണ്ട് കടുവായിൽ നിന്ന് രക്ഷപ്പെട്ടു. കഴിഞ്ഞ ആഴ്ചയാണ് നമ്മുടെ പ്രിയപ്പെട്ട ആദിവാസി സഹോദരങ്ങളിൽ ഒരുവനെ ആന തുമ്പിക്കൈക്ക് പിടിച്ച് നിലത്തടിച്ചു കൊന്നത് ആറളംഭാമില് ഇതിനോടകം 19 ആദിവാസികളെ ആന ചവിട്ടിയും കുത്തിയും നിലത്തടിച്ചും കൊന്നു എന്ന് പറയുമ്പോൾ ആ ആറളംഭാമിലെ ആദിവാസികളെ സംരക്ഷിക്കാൻ, ഈ മലയോരത്തെ കർഷകരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ട സർക്കാരുകളെ, നിങ്ങൾ ഭരണഘടന തൊട്ട് നടത്തിയ സത്യപ്രതിജ്ഞ നിറവേറ്റാത്ത സർക്കാരുകളാണ്. നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളതൊന്നേയുള്ളൂ, വന്യമൃഗങ്ങളെ വനാതിർത്തിക്കുള്ളിൽ നിലനിർത്താനും കൃഷിഭൂമി കർഷകന്റേതാണെന്ന് പ്രഖ്യാപിക്കാനും ആ കൃഷിഭൂമിയിലുള്ള കർഷകന്റെ അവകാശങ്ങളെ പൂർണ്ണമായും വകവെച്ചു കൊടുക്കാനുമുള്ള നിയമനിർമ്മാണം നടത്തുമെന്ന് ആരുടെ പ്രകടന പത്രികയിലാണോ പറയുന്നത് അവരെ ഞങ്ങൾ സ്വീകരിക്കും എന്ന സത്യം ഓർക്കുക. ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എല്ലാ മീറ്റിങ്ങുകളിലും ഞങ്ങൾ പറയുന്നതാണ്, വനഭൂമിയിൽ വളരുന്ന മൃഗങ്ങളാണ് വന്യമൃഗങ്ങൾ. വനഭൂമിയിൽ വളരുന്ന മൃഗങ്ങളെ മാത്രമേ ഞങ്ങൾ വന്യമൃഗങ്ങളായി കരുതുകയുള്ളൂ. ജനിച്ചിട്ട് ഇന്നേ വരെയും കാട് കണ്ടിട്ടില്ലാത്ത ഞങ്ങളുടെ പറമ്പിൽ വളരുന്ന ഈ മൃഗങ്ങൾ ഒന്നിനെയും വന്യമൃഗങ്ങളായി കരുതാൻ ഞങ്ങൾ ഇനിമേൽ സന്നദ്ധരല്ല എന്ന് മാത്രമല്ല, ഈ പറമ്പിൽ വളരുന്ന മൃഗങ്ങളെയെല്ലാം ഞങ്ങൾ സ്വന്തമായി വളർത്തുന്ന മൃഗങ്ങളെ പോലെ ഇനിമേൽ കൈകാര്യം ചെയ്യുമെന്ന്, അതിന് ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് സർക്കാരുകൾ പ്രഖ്യാപിക്കണം. ഒരു കാര്യം ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തില് ഒരു ബില്ല് പാസാക്കി. അത് കൃഷിഭൂമിയിലിറങ്ങുന്ന വന്യമൃഗങ്ങള് വന്യമൃഗങ്ങളുടെ അവകാശങ്ങൾ അർഹിക്കുന്നില്ല എന്ന് നമ്മുടെ ആവശ്യം ആ ബില്ലിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. അത് ഗവർണർ ഒപ്പിട്ടിട്ടില്ല, കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചിട്ടില്ല. എങ്കിൽ പോലും അങ്ങനെ ഒരു നിർദ്ദേശമുള്ള ബില്ല് ഈ നിയമസഭയിൽ അവതരിപ്പിച്ചു എന്നുള്ളതിനാല് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് രാഷ്ട്രീയം നോക്കാതെ ഈ മലയോര ജനത നന്ദി പറയുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഇനിമേൽ ഒരു കാട്ടുപന്നിയെയും നിങ്ങളുടെ പറമ്പിൽ നിന്ന് നിങ്ങൾ വെറുതെ വിടരുത്.
അതിനെ എന്തു ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാൻ പാടില്ല എങ്കിൽ പ്രായമായി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ വിശ്രമിക്കുന്ന നിങ്ങളുടെ പൂർവികരോട് ചോദിച്ചു നോക്കുക. അവര് പറയും ഇതിനേക്കാളും ഇരട്ടി കാട്ടുപന്നികൾക്കിടയില് അവരെങ്ങനെ കൃഷി ചെയ്തു എന്ന്. കപ്പ അവര് നട്ടു. കപ്പ തിന്നാൻ വന്ന കാട്ടുപന്നിയെ കപ്പ കൂട്ടി നമ്മുടെ പൂർവികന്മാർ തിന്നു. അതിനെയാണ് ഈ അതിജീവനം എന്ന് പറയുക. ഈ കർഷക അതിജീവനം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവര്, അത് വിൺവാക്കുകളിലൂടെയല്ല, നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത പങ്കാളിയുടെ ജീവന് സംരക്ഷണമേക, നമ്മുടെ മക്കൾക്ക് സംരക്ഷണമേക. ഒരു സർക്കാരും വരില്ല, ഒരു വനപാലകരും വരില്ല, ഒരു പോലീസുകാരും വരില്ല. വരാൻ പോകുന്നത് തീർച്ചയായും വന്യമൃഗങ്ങൾ മാത്രമാണ്. അവരെ നേരിടാൻ നമുക്ക് വേണ്ടത് ഈ ഒരു ഇച്ഛാശക്തിയാണ് എന്ന സത്യം പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മെയും നമ്മുടെ വരും തലമുറകളെയും ഇന്നാട്ടിലെ കടുവായ്ക്കും പുലിക്കും സിംഹത്തിനും ഇരയായി കൊടുക്കാനുള്ള സർക്കാരിന്റെ ഒരു കുതന്ത്രത്തെയും ഇവിടെ ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനോട്, മുന്നണിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് 1972 പാസാക്കപ്പെട്ട വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്തുകൊണ്ടല്ലാതെ ഇന്നാട്ടില് വോട്ട് തേടി വരുന്ന നിങ്ങളുടെ ആത്മാർത്ഥത ഞങ്ങൾ വിശ്വസിക്കില്ല എന്നുള്ള സത്യം പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിയിരിക്കുക. വീണ്ടും നമ്മുടെ യുവജനങ്ങളെല്ലാം വിദേശങ്ങളിലേക്ക് കുടിയേറുകയാണ്. വിദേശങ്ങളിലേക്കുള്ള നമ്മുടെ യുവജനങ്ങളുടെ കുടിയേറ്റത്തിന്റെ കാരണം എന്താ? അവരെല്ലാം പൊന്നു വിളയിക്കാൻ പോകുന്നതല്ല. ഈ മാതാപിതാക്കള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൃഷിഭൂമിയും വീടും വീട് വെച്ച് 30-40 ലക്ഷം കടമെടുത്തുകൊണ്ട് നമ്മുടെ യുവജനങ്ങള് കാനഡയ്ക്കും ഓസ്ട്രേലിയയ്ക്കും കുടിയേറുകയാണ്. അവിടെ എന്തോ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശമുണ്ട് എന്ന് വിചാരിച്ച്. പക്ഷെ പ്രിയപ്പെട്ടവരെ, അവിടെ പോയ നമ്മുടെ യുവജനങ്ങള് ഇരുഗതിയും പരഗതിയും ഇല്ലാതെ ഇപ്പോൾ തിരിച്ചു വരേണ്ട ഗതികേടിൽപ്പെട്ടിരിക്കുകയാണ്. ഒരു ജനത എങ്ങനെ സാമ്പത്തികമായി സമ്പൂർണമായും തകരുന്നു എന്നുള്ളതിന്റെ സാക്ഷ്യമാണ് ഈ കേരളത്തിലെ സുറിയാനി കത്തോലിക്കരുടെ സാമ്പത്തിക ഗതികേട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇനിമേ നമ്മുടെ മക്കൾക്കുള്ള ജോലി നമ്മൾ തന്നെ ഈ നാട്ടിൽ കണ്ടെത്തും. 40 ലക്ഷം രൂപ കടമെടുത്ത് കുഞ്ഞിനെ ഓസ്ട്രേലിയയ്ക്ക് വിടാൻ തീരുമാനിക്കുന്ന 4 മാതാപിതാക്കൾ ഒരുമിച്ച് ചേർന്ന് ആ പണം കൊണ്ട് ഇവിടെ ഒരു സംരംഭം ആരംഭിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സായിപ്പിന്റെ ഹോട്ടലിലെ പാത്രം കഴുകുകാരാക്കാനല്ല, മറിച്ച് നിങ്ങൾ ആരംഭിക്കുന്ന സംരംഭത്തിന്റെ സിഇഒയും MDയുമാക്കി മാറ്റാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് എന്ന സത്യം പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം. അവസാനമായി, സീറോ മലബാർ സഭയുടെ സമുദായ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്. സീറോ മലബാർ സഭയില് എന്തോ വലിയ പ്രശ്നമുണ്ട്. സീറോ മലബാർ സഭ അങ്ങ് തകരാൻ പോവുകയാണ്, സഭ അങ്ങ് ആവിയാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കുഴലൂതുന്നവരെ ഞാൻ ഈ പോലീസ് മൈതാനിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ സഭയ്ക്ക് ഒരു പോറല് പോലും ഏറ്റിട്ടില്ല എന്ന് മാത്രമല്ല, ചൂട്ടി കത്തിച്ചാല് ഈ കടൽ വെള്ളം തിളക്കില്ല എന്ന് സാമൂഹ്യ മീഡിയയിലെ അനാവശ്യ എഴുത്തുകാര് മനസ്സിലാക്കുക. ഈ സഭയ്ക്കൊരു പിതാവും തലവനുമുണ്ട്. അത് അഭിവന്ദ്യ റാഫേൽ തട്ടിൽ പിതാവാണ്. പിതാവ് പറഞ്ഞാൽ
അങ്ങ് ചങ്ങനാശ്ശേരി രൂപതയുടെ അമ്പൂരി മുതല് ഇങ്ങ് കാസർഗോഡിന്റെ അറ്റം വരെ കേരളത്തില് സൗത്ത് കാനറായിലും ഈ ഇന്ത്യയിലെ മറ്റ് 18 രൂപതകളിലും ഇന്ത്യക്ക് വെളിയിലുള്ള രൂപതകളിലുമായിട്ട് 50 ലക്ഷം വരുന്ന സീറോ മലബാർ ക്രിസ്ത്യാനികള് ഒരു മാലയിലെ മുത്തുമണികൾ പോലെ ഒറ്റക്കെട്ടായി നിൽക്കും എന്നുള്ളത് എല്ലാവരും തിരിച്ചറിയുക. ഞങ്ങളുടെ ഇടയില് ചെറിയ ചില പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ട്. ആ തർക്കങ്ങൾ വെച്ച് സീറോ മലബാർ സഭയെ അങ്ങ് എഴുതിത്തള്ളാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നെങ്കിൽ അവർക്കുള്ള മറുപടിയാണ് ഈ സമുദായത്തിന്റെ ശാക്തീകരണം ലക്ഷ്യമാക്കിയുള്ള ഈ സമ്മേളനം എന്നുകൂടി വിചാരിക്കുക. പല രാഷ്ട്രീയക്കാരും അങ്ങനെ ധരിച്ചു വയ്ക്കാറുണ്ട്. പല നേതാക്കന്മാരും ഈ ദിവസങ്ങളിൽ സംസാരിക്കുമ്പോൾ പറയുന്നത് സീറോ മലബാർ സഭയ്ക്ക് പ്രത്യേകിച്ച് പരിഗണനയൊന്നും കൊടുത്തില്ലേലും കുഴപ്പമില്ല, അവർ രാഷ്ട്രീയമായി അധികം വിലപേശലൊന്നും നടത്താത്തവരാണ്. ശരിയാ, ഞങ്ങൾ വിലപേശാറില്ല. പക്ഷേ കാര്യങ്ങൾ കണ്ടറിയാനും ആ കണ്ടറിഞ്ഞ കാര്യങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കാനും ഇച്ഛാശക്തിയുള്ള സമുദായമാണ്. വിലത്തകർച്ചയുടെ ഗതികേടില് കാർഷിക വൃത്തി അസാധ്യമായ ഒരു സാഹചര്യത്തില് ഞാൻ പറയുകയുണ്ടായി, റബ്ബറിന് 300 രൂപ വില കിട്ടുന്ന തരുന്ന സർക്കാർ ഏതോ അവരെ ഈ സമുദായം പിന്തുണയ്ക്കും. ഞാനെന്തോ പറയാൻ പാടില്ലാത്ത അശ്ലീലം പറഞ്ഞു എന്ന മട്ടിലാണ് ഇന്നാട്ടിലെ നേതാക്കന്മാരെല്ലാവരും ഉറഞ്ഞുതുള്ളിയത്. ഈ സമുദായത്തിന്റെ സാമ്പത്തിക ശക്തിയുടെ അടിസ്ഥാന സ്രോതസ് റബ്ബർ കൃഷിയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് വെറും വാക്കായിട്ട് പറഞ്ഞതല്ല, അബദ്ധത്തിൽ പറഞ്ഞതല്ല, ആലോചിച്ചുറപ്പിച്ച് പറഞ്ഞതാണ്. റബ്ബറിന്റെ അടിസ്ഥാന വില ഈ പറഞ്ഞ തുകയ്ക്ക് അടുത്ത് നിശ്ചയിക്കാൻ ഏത് മുന്നണിക്കാണോ ആർജവത്വമുള്ളത് അവർക്ക് വോട്ട് തരാൻ ഒരു മെത്രാനും പറയേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ഈ കർഷക ജനത വോട്ട് ചെയ്യുക തന്നെ ചെയ്യും എന്ന് ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്രകാരം കർഷക ജനതയുടെ അതിജീവനത്തിന്റെ നിലനിൽപ്പിന്റെ വഴികളിൽ സഞ്ചരിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ കേളികെട്ടുയരുന്ന വേദയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അത് കർഷകന്റെ ആവശ്യങ്ങളാണ്. അതിജീവനം ആഗ്രഹിക്കുന്ന ഒരു ജനതയുടെ ആവശ്യമാണ്. ആ ജനതയോട് ആവശ്യങ്ങളോട് ഭാവാത്മകമായി പ്രതികരിക്കുന്നവരോട് നമ്മളും ഭാവാത്മകമായി പ്രതികരിക്കും എന്ന് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ സമ്മേളനം ഇങ്ങനെ സംഘടിപ്പിക്കുന്നതിനായി അത്യധ്വാനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ഗ്ലോബൽ ഡയറക്ടർ ഫിലിപ്പ് കവിയിലച്ചൻ, ഗ്ലോബൽ സമിതി അംഗങ്ങള്, അതുപോലെ കത്തോലിക്ക കോൺഗ്രസിന്റെ അതിരൂപത ഭാരവാഹികള്, എല്ലാ ആദരണീയരായ ഫൊറോനാപ്പള്ളി വികാരിയച്ചന്മാര്, മറ്റ് വികാരിയച്ചന്മാര്, കൈക്കാരന്മാര്, പാരീഷ് കൗൺസിൽ അംഗങ്ങള് എല്ലാവരും ചേർന്നപ്പോൾ നമ്മൾ വിചാരിച്ചതിലും വലിയൊരു ജനക്കൂട്ടത്തെ ഈ കണ്ണൂരിൽ അണിനിരത്താൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് ഒരേ സ്വരമാണ്, ഒരേ മനസ്സാണ്, ഒരേ വിചാരമാണ്. ആ ബോധത്തിന്റെ പേരാണ് സമുദായ ബോധം എന്ന് നമുക്ക് തിരിച്ചറിയാം. നന്ദി. ജയ് ഭാരത്.